തെലുങ്ക് സിനിമാ ലോകത്ത് വളരെ വലിയ ആരാധകരുള്ള താരമാണ് നടൻ പ്രഭാസ്. ബാഹുബലി എന്ന രാജമൗലി ചിത്രത്തിലൂടെ മാറി മറിഞ്ഞത് പ്രഭാസിന്റെ കരിയർ തന്നെയാണ്. അതുവരെ ടോളിവുഡിൽ മാത്രം അറിയപ്പെട്ടിരുന്ന താരമാണ് പ്രഭാസ്. എന്നാൽ ബാഹുബലി ആഗോളതലത്തിൽ ഹിറ്റായതോടെ പ്രഭാസിന്റെ താരമൂല്യം കുതിച്ചു വരികയായിരുന്നു. അതിനുശേഷം ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത സിനിമകളെല്ലാം പരാജയപ്പെട്ടു. ആദിപുരുഷന്റെ പരാജയം വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഒടുവിൽ പുറത്തിറങ്ങിയ സലാറാണ് കുറച്ചെങ്കിലും ആശ്വാസം നൽകിയത്. സലാർ വിജയിച്ചെങ്കിലും സിനിമ കണ്ടവർ പൂർണ്ണ തൃപ്തരല്ലായിരുന്നു. പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നില്ലെന്ന് മിക്കവരും അഭിപ്രായപ്പെടുകയും ചെയ്തു. ചിത്രത്തിനെതിരെ നിരവധി വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. കരിയറിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് പ്രഭാസിന് ഉണ്ടാകണമെന്ന് ആരാധകരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴിതാ പ്രഭാസിനെ കുറിച്ച് സംസാരിക്കുകയാണ് പ്രമുഖ ജ്യോത്സ്യനായ വേണുസ്വാമി. പ്രഭാസിന്റെ കാര്യത്തിൽ താൻ പ്രവചിച്ചതുപോലെയാണ് സംഭവിക്കുന്നതെന്ന് വേണുസ്വാമി പറയുന്നു. പ്രഭാസിന്റെ വരും സിനിമകൾ പരാജയപ്പെടുമെന്നും നടന്റെ കരിയറിൽ വീഴ്ച സംഭവിക്കുമെന്നും വേണുസ്വാമി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചെന്നാണ് വേണുസ്വാമി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ആദിപുരുഷ് പരാജയപ്പെടുമെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും അത് അതുപോലെ തന്നെ സംഭവിച്ചുവെന്നും സലാർ ആരാധകരല്ലാതെ ആരും കാണില്ല എന്ന് താൻ പറഞ്ഞിരുന്നുവെന്നാണ് വേണുസ്വാമി പറയുന്നത്. പ്രഭാസിന്റെ ജാതകം ഒട്ടും ശരിയല്ല എന്നും വേണുസ്വാമി ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള പരാമർശം നടന്റെ ആരാധകരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഒന്നിലേറെ തവണ വേണുസ്വാമി പ്രഭാസിനെ കുറിച്ച് പ്രവചനം നടത്തിയിട്ടുണ്ട്. പ്രഭാസിന് വിവാഹയോഗമില്ലെന്നും വിവാഹം ചെയ്താൽ നടന് അന്തരിച്ച ഉദയ് കിരണിന്റെ അവസ്ഥ വരുമെന്നും വേണുസ്വാമി പ്രവചിച്ചിട്ടുണ്ട്. തെലുങ്ക് സിനിമാ ലോകത്ത് ഒരു കാലത്ത് സെൻസേഷൻ ആയിരുന്ന നടനാണ് ഉദയ് കിരൺ. എന്നാൽ പിന്നീട് കരിയറിൽ അദ്ദേഹത്തിന് തിരിച്ചടി നേരിടുകയും ഉദയ് കിരൺ ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്തത്. മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ മകൾ സുഷ്മിതയുമായി ഉദയ് കിരണിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു. എന്നാൽ പിന്നീട് വിവാഹത്തിൽ നിന്ന് നടൻ പിന്മാറുകയായിരുന്നു. ഇതിനുശേഷമാണ് ഉദയ് കിരണിന് കരിയറിൽ വീഴ്ച സംഭവിച്ചത്. അതേസമയം 43-കാരനായ പ്രഭാസ് വിവാഹം ചെയ്യാത്തതിന് കാരണം ഉദയ് കിരണിന്റെ അവസ്ഥ വരുമെന്ന ആശങ്കയാണോ എന്ന ചോദ്യവും ആരാധകർക്കിടയിൽ ഉയരുന്നുണ്ട്. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം വേണുസ്വാമിയുടെ പ്രവചനങ്ങളെ പ്രഭാസോ കുടുംബമോ കാര്യമാക്കുന്നില്ല. നേരത്തെ പ്രഭാസിന്റെ ബന്ധു ശ്യാമള ദേവി ഇത്തരം പ്രവചനങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുമുണ്ട്. അത്തരം അഭ്യൂഹങ്ങൾ കുടുംബത്തെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നും പ്രഭാസിന്റെ ജാതകം അവന്റെ അമ്മ ശിവകുമാരിയുടെ കയ്യിലുണ്ടെന്നും ഇത്തരം പ്രവചനങ്ങളും ഗോസിപ്പുകളും നിർത്തേണ്ടതാണുമെന്നും ബന്ധു പറയുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും പ്രഭാസ് ഒഴിഞ്ഞു മാറാറാണ് പതിവ്. ഗോസിപ്പുകളോടും നടൻ പ്രതികരിക്കാറില്ല. എന്നാൽ സൂപ്പർ താരമായ നടി അനുഷ്ക ഷെട്ടിയുമായി പ്രഭാസ് പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുമെല്ലാം നിരന്തരം വാർത്തകൾ വരാറുണ്ടായിരുന്നു. അടുത്ത കാലത്ത് സിനിമാ രംഗത്തെ ഗോസിപ്പ് കോളങ്ങളിൽ ഇരുവരും നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ തങ്ങൾ തമ്മിൽ സുഹൃത്തുക്കൾ മാത്രമാണ് എന്ന് പ്രഭാസ് തുറന്നു പറയുകയും ചെയ്തിരുന്നു. പ്രഭാസ് വിവാഹിതനായി കാണാൻ കുടുംബവും ആഗ്രഹിക്കുന്നുണ്ട് എന്നും അമ്മ തന്നെ വിവാഹത്തിനായി നിർബന്ധിക്കുന്നുണ്ട് എന്നും പ്രഭാസ് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.